സ്തോത്രം. കൊരിന്ത്യർ ലേഖനത്തിലെ ഒരു വാക്യം വായിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ഒരുങ്ങാം. 2 കൊരിന്ത്യർ 1-ാം അധ്യായം സ്തോത്രം അതിൻ്റെ 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട്, ദൈവത്തിന്റെ വാഴ്ത്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവെന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ മതി. സ്തോത്രം. പരിചിതമായ വാക്യമായിരിക്കാം, ദൈവദാസന്മാരെല്ലാം ഉപയോഗിച്ചിട്ടുള്ള വാക്യമാണ്. ഞാനും ആ വാക്യം പല വിധത്തിൽ പല ഘട്ടങ്ങളിൽ ചെറുതും വലുതുമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിങ്ങോട്ട് തനിച്ച് വണ്ടി ഓടിച്ച് പോരുന്ന സമയത്ത് മിക്കവാറും എല്ലാം യാത്രകളിലാണ് ദൈവത്തോട് ചോദിച്ച് പറയേണ്ട ദൂതുകളെക്കുറിച്ച് ദൈവസന്നിധിയിൽ ആലോചന ചോദിക്കുന്നത്. അങ്ങനെ എൻ്റെ മനസ്സിനകത്ത് ചിന്തിച്ചും ധ്യാനിച്ചും പോരുമ്പോൾ പരിചിതമായിരിക്കുന്ന വേദവാക്യമാണ്. എങ്കിലും ഈ വാക്യത്തിലൂടെ ദൈവത്തിന് എന്തൊക്കെയോ സഭയോട് പറയാനുണ്ട് എന്നതിനെക്കുറിച്ച് ബോധ്യം വന്നതുകൊണ്ട് ഞാൻ ആ ഒരു ധൈര്യത്തിൽ ഈ വാക്യവുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഈ ചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരുപക്ഷെ പകല് എന്നോട് കർത്തൃദാസൻ പറഞ്ഞിരിക്കുന്നൊരു സമയമുണ്ട്. അതിനുള്ളിൽ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം പറഞ്ഞു തീർന്നില്ലെങ്കിൽ വൈകുന്നേരത്തെ സെക്ഷനിൽ അതേ വാക്യം തന്നെ വായിച്ച് അതിൻ്റെ ഏറ്റവും ഗൗരവമുള്ള വാക്കുകൾ ദൈവസന്നിധിയിൽ ചിന്തിക്കാൻ വേണ്ടി സമയമെടുക്കും. അതുകൊണ്ട് രാവിലെ വന്നവരെല്ലാം വൈകുന്നേരം വരാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്തോത്രം പകുതിയെ കിട്ടുള്ളൂ. മുഴുവൻ കിട്ടണമെങ്കിൽ വൈകുന്നേരം അവിടെ വരണം. സ്തോത്രം. നല്ല കല്യാണത്തിനൊക്കെ പോവുകയാണെങ്കിൽ ആദ്യം അവർ ചെറിയ പൊറോട്ടയും ഫിഷ് മോളിയും തരും. അത് കഴിച്ചിട്ട് പോയാൽ മട്ടൻ ബിരിയാണി കിട്ടിയാൽ സ്തോത്രം. അപ്പോൾ രാവിലെ ചിലപ്പോൾ ഫിഷ് മോളിയും കോയും പൊറോട്ടയായിരിക്കും, അതുകൊണ്ട് പോകരുത്. വൈകുന്നേരം ആയിരിക്കും ചിലപ്പോൾ മെയിൻ മെനു. വൈകുന്നേരം വരണം. അപ്പം അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് വേണം ഇരിക്കാൻ. മിക്കവാറും അങ്ങനെ ആകാനാണ് സാധ്യത എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്തോത്രം. നമുക്ക് ആ വാക്യം ഇങ്ങനെയാണ് വായിക്കാൻ പറ്റിയത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് അവനിൽ ഊവ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് അവിടെ എല്ലാം മഹത്വം വന്നിരിക്കുന്നത്. ഞാൻ മറ്റേത് ഇതുമായിട്ട് ചിന്തിച്ചേ ഇല്ല. ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാർ അവനിൽ ആമേൻ എന്നത്രേ. എല്ലാ വാക്കും കൂടി എടുക്കുന്നില്ല. ആദ്യത്തെ 1-2 വാക്കുകൾ മാത്രം എടുത്തുകൊണ്ട് നമ്മുടെ ചിന്തയിലേക്ക് പ്രവേശിക്കാം. വേദപുസ്തകത്തിനൊരു എഴുത്തു ഭാഷയുണ്ട്. ആ എഴുത്തു ഭാഷയെ നമുക്ക് ചിലപ്പോൾ നമുക്കറിയാവുന്ന വാക്യമായിരിക്കാം. പക്ഷെ ആ വാക്യത്തെ സ്തോത്രം നമ്മൾ ആത്മാവിൽ പറഞ്ഞു കഴിയുമ്പോഴാണ് അങ്ങനെയായിരുന്നു ആ വാക്യം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? സ്തോത്രം. എനിക്ക് എത്രയോ പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. കാരണം ഒരു പിടുത്തം കിട്ടാതായിരിക്കും. മനസ്സിലാകും. ഞാൻ ഈ ഞായറാഴ്ച ഞങ്ങളുടെ സഭയിൽ പ്രസംഗിച്ച ഒരു വാക്യമുണ്ട്. അതെന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ രാവിലെ മുതൽ എൻ്റെ മനസ്സിനകത്ത് എഫേസ്യ ലേഖനത്തിലെ ആ വാക്യം എൻ്റെ മനസ്സിൽ വന്നു. ആ വാക്യം ഇതാണ്. സ്തോത്രം. പൗലോസ് എഫേസോസിൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന വാചകമാണ്. ആ വാക്യം ഇതായിരുന്നു: പരിജ്ഞാനത്തെ കവിയുന്ന കർത്താവിൻ്റെ സ്നേഹം എന്തെന്നറിയാൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ള വാക്യമായിരുന്നു. പക്ഷെ എനിക്ക് ഒരു പിടുത്തമില്ല. പരിജ്ഞാനത്തെക്കുറിച്ച് വേണമെങ്കിൽ ഞാൻ പ്രസംഗിക്കാം, സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കാം. പക്ഷേ ഇത് രണ്ടുമല്ല ദൈവം ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ അന്നേരം ദൈവം തന്നില്ലെങ്കിൽ അറിയാവുന്ന പറഞ്ഞിട്ടിരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ആ വാക്ക് തന്നെ വായിച്ചു നിന്നു. അങ്ങനെ വായിച്ചു നിന്ന് ഞാനിങ്ങനെ പതുക്കെ ദൈവമക്കൾ സ്വോത്രം പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥം ദൈവം പറഞ്ഞു തരുന്നത്. പറഞ്ഞത് ഇതാണ്. അവിടെ പ്രസംഗിച്ച പ്രസംഗം രണ്ടാമത് ഞാനിവിടെ പറയുകയല്ല. പക്ഷേ ഞാൻ ബൈബിളിൻ്റെ ഒരു ഭാഷ മനസ്സിലാക്കാൻ വേണ്ടി പറയുക. അപ്പോഴാണ് ഇത് വ്യാഖ്യാനിച്ച് വരുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണോ എന്ന് മനസ്സിലാവും. എനിക്ക് അന്നേരം ഇവിടെ കിട്ടിയത്. എൻ്റെ അർത്ഥം ഇത്രയാണ്: പരിജ്ഞാനത്തെ കവിയുന്ന കർത്താവിൻ്റെ സ്നേഹം. സ്തോത്രം. പരിജ്ഞാനം ആണ് നമ്മളെ പലപ്പോഴും കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം നല്ല ഉച്ചയ്ക്ക് ഞാനും സുനിൽ പാസ്റ്ററും കൂടെ ഒരു കല്യാണത്തിന് പോയി. കല്യാണം അങ്ങ് വലിച്ചു നീട്ടി 1:45 വിശന്നിട്ടും വയ്യ. 1500 ആളുണ്ട്. 700 പേർക്ക് ഇരിക്കാനുള്ള ഹോളുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും പാസ്റ്റർമാരാണ്. ഞങ്ങൾ രണ്ടുപേരും അറിയാം. ഞങ്ങളെ ഷട്ടറിൻ്റെ മുമ്പിലേക്ക് അന്നേരത്തെ തിരക്ക് കണ്ടിട്ടുണ്ടോ? ഇടിച്ച് അടുത്ത് നിൽക്കുന്നവൻ്റെ ഷർട്ടും കീറി മേശയും തള്ളി മറച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെല്ലിയേല. എൻ്റെ കാരണം വിശന്ന് കുടൽ കത്തുന്നുണ്ടെങ്കിലും പരിജ്ഞാനമുണ്ട്. അല്ലേ? പരിജ്ഞാനമുള്ളതിൻ്റെ പേര് നമ്മൾ
വിശക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി. അപ്പം നമ്മളെ പല കാര്യത്തിലും പുറകോട്ട് പിടിക്കുന്ന സൂത്രമാണ് ഈ പരിജ്ഞാനം. മനസ്സിലായോ? പരിജ്ഞാനം എന്ന് പറയുന്ന പുറകോട്ട് പിടിക്കുന്ന സംഭവമാണ്. സ്തോത്രം. എന്ത് കാര്യത്തിനകത്തും നമുക്ക് ചിലപ്പോൾ പറയാൻ തോന്നും, നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട്, നമ്മളെ അങ്ങനെ പ്രകോപനം ഉണ്ടാക്കുക, എന്തെങ്കിലും പറയിപ്പിച്ച് അടങ്ങുമെന്ന് പറഞ്ഞ് ശത്രു ഒരുത്തനെ കയറ്റി വിട്ടിരിക്കുക. പക്ഷെ നമുക്ക് പറയാനും അറിയാം, പറയാൻ തെളിവുമുണ്ട്. പക്ഷെ നമ്മൾ പറയാതെ കടിച്ചിരിക്കുന്നതിൻ്റെ കാര്യം പരിജ്ഞാനം. ഇപ്പം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പരിജ്ഞാനത്തിനകത്താണ് പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ പരിജ്ഞാനം ക്രോസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ സ്നേഹം വരുമ്പോൾ പരിജ്ഞാനത്തിൻ്റെ കൺട്രോളില്ല, ആ പിടിവിടും. അവിടെ പരിജ്ഞാനത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല, പരിജ്ഞാനത്തിൻ്റെ കീഴെയല്ല, അതിനപ്പുറത്തേക്ക്. സ്തോത്രം. അപ്പം അത് ഇങ്ങനെയൊന്നും അല്ല. അന്നേരം ആ പ്രസംഗം അവിടെ പ്രസംഗിച്ചാണ്. പക്ഷെ അതങ്ങ് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ വാക്യത്തിനകത്ത് കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ഇവരിങ്ങനെ സ്തോത്രം ആൾക്കാരെ നോക്കി, മറ്റുള്ളവരെ നോക്കി പരിജ്ഞാനത്തിൻ്റെ കീഴെ കർത്താവിൻ്റെ സ്നേഹത്തിലിരുന്ന ഒന്നും ആയില്ല. ആ പരിജ്ഞാനം ക്രോസ് ചെയ്തുകൊണ്ട് യേശുവിൻ്റെ സ്നേഹം ഇവരനുഭവിക്കാൻ തുടങ്ങണം. അതിന് അദ്ദേഹം പ്രാർത്ഥിച്ചത്. അപ്പം ഇതുപോലെ ഈ ബൈബിളിൻ്റെ എല്ലാ വാക്കുകൾക്കും അതിൻ്റെതായ അർത്ഥമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കിതാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഊവ് എന്നത്ര എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടി, പക്ഷെ അർത്ഥം പൂർണ്ണമായില്ല. അതിൻ്റെ ഒറിജിനൽ പരിഭാഷയ്ക്കകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സ്വർഗസ്ഥനായ ദൈവം ഈ സഭയോട്, ഇവിടെ ഇരിക്കുന്നൊരു വിശ്വാസ കുടുംബത്തോട്, ഈ കർത്തൃദാസന്മാരോട്, നിങ്ങളുടെ മക്കളോട് ദൈവം എപ്പോഴെങ്കിലും ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 25 കൊല്ലം കഴിഞ്ഞിട്ടും ദൈവത്തിൻ്റെ ആ ഫയലെടുത്ത് ഓപ്പൺ ചെയ്താൽ ദൈവത്തിൻ്റെ ഫയലിനകത്ത് ഇപ്പോഴും ആ വാഗ്ദത്തം യെസ് അഥവാ ഊവ് എന്ന് തന്നെയാണ്. മനസ്സിലായോ? ദൈവമായ കർത്താവ് ഇപ്പം ഈ സഭയോട് ഞാൻ ദൂത് പറയാം. ഈ സഭ തുടങ്ങുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം അന്ന് പല വാഗ്ദത്തങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മളോടെല്ലാം പറഞ്ഞിട്ടില്ല, പറഞ്ഞതെല്ലാം നമ്മൾ ഓർക്കുന്നില്ല. നമ്മുടെ ഓട്ടത്തിനിടയിൽ പല വാഗ്ദത്തങ്ങളും ചിലതൊക്കെ എഴുതി വെച്ചു, ചിലതൊക്കെ മറന്നുപോയി. പക്ഷെ ദൈവം 20 കൊല്ലം കഴിഞ്ഞിട്ട് ആ ഫയൽ മറച്ചു നോക്കുമ്പോൾ റാഫ ചർച്ചിന് വേണ്ടി ദൈവം എഴുതി വെച്ചിരുന്ന വാഗ്ദത്തങ്ങൾ സ്തോത്രം അത് ആരാണ്ടും തട്ടിക്കൊണ്ടുപോയി എന്നല്ല, 4 സ്തോത്രം കുറഞ്ഞപ്പോൾ ദൈവം ആ വാഗ്ദത്തം തിരിച്ചെടുത്തുന്നല്ല, ഇപ്പോഴും ഫയലിൽ കിടക്കുന്നു. അന്ന് നീ ഒന്നുമില്ലാതിരുന്നപ്പോൾ, നിന്നെ ആരും അറിയാതിരുന്നപ്പോൾ, അന്ന് നിന്നോട് പറഞ്ഞത് ഒരുവൻ 1000 പേരെ പോലെയാകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം ഇന്നും യെസ് എന്നാണ്. അവന്റെ കമ്പ്യൂട്ടറിനകത്താണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഫയലിനകത്താണ്, ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്താണ് വാഗ്ദത്തങ്ങൾ ഇരിക്കുന്നത്. പ്രവാചകന്റെ വായിലല്ല, സ്തോത്രം ഏതെങ്കിലും എഴുത്തുകാരൻ്റെ പുസ്തകത്തിലല്ല. പിന്നെ എവിടാണ്? ദൈവത്തിൻ്റെ ഉള്ളിലാ എന്നെക്കുറിച്ചുള്ള നിർണയങ്ങൾ. ആ നിർണയങ്ങൾ പരിശുദ്ധാത്മാവ് ചിലതൊക്കെ യോഗത്തിൽ നമ്മളോട് പറയും. അതാണ് വാഗ്ദത്തം. എന്നോട് കേട്ടോ ഭാഗം, ഞാൻ ആരാകണം, നമ്മുടെ സഭ എന്താകണം, ഞാൻ എവിടെ വരെ പോകണം, നിങ്ങളുടെ മക്കൾ എന്താകണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെ വരെ എത്തണം, അവരെവിടെ പഠിക്കണം, അഡ്മിഷനൊക്കെ എടുക്കാൻ വേണ്ടി അമ്മമാർ കാത്തിരിക്കായിരിക്കും. അപ്പന്മാർ ശത്രം മക്കളൊക്കെ കേട്ടോ, നിങ്ങൾ എവിടെ എത്തണം എന്നുള്ളത് നിങ്ങളുടെ പരീക്ഷാ പേപ്പറിനകത്ത് മാർക്ക് കിട്ടിയതിന് ശേഷമാണ് യൂണിവേഴ്സിറ്റി തീരുമാനിച്ചത്. പക്ഷെ നിങ്ങളുടെ അപ്പൻ ദൈവമത്വനാകയാൽ, നിങ്ങളുടെ അമ്മ ഉപവസിക്കുന്ന അമ്മയായിരിക്കയാൽ, സ്വർഗത്തിലെ ദൈവം അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോഴേ നിശ്ചയിച്ചു നീ എന്തായിരിക്കണം. ആ വാഗ്ദത്തം നിന്റെ 4 മാർക്ക് കുറഞ്ഞത് കൊണ്ട് ദൈവം ക്യാൻസൽ ആക്കില്ല. കറങ്ങിച്ചിട്ട് ദൈവം അവിടെ തന്നെ എത്തിക്കും. ദൈവം അവിടെ എത്തിക്കും. ചിലപ്പോൾ 2 കൊല്ലം താമസിച്ചേക്കാം, പക്ഷെ ദൈവം അവിടെ തന്നെ കൊണ്ടെത്തിക്കും. അതിന് ദൈവത്തിന് വിശ്വസ്തനാണ്. അപ്പൊ ദൈവമായ കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അതെന്നെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചുള്ളത്, അത് ഇല്ലാതാക്കാൻ അപകടങ്ങൾക്കോ അനർത്ഥത്തിനോ ദാരിദ്ര്യത്തിനോ കഷ്ടതയ്ക്കോ കഷ്ടകാലത്തിനോ
അയൽവക്കത്ത് താമസിക്കുന്നവർക്കോ ആഭിചാരം ചെയ്യുന്നവർക്കോ നിന്നെക്കുറിച്ച് കള്ളത്തരം പറഞ്ഞവർക്കോ നിനക്കെതിരെ അജണ്ടകൾ തയ്യാറാക്കിയവർക്കോ നീ ചെയ്യാത്ത കുറ്റങ്ങൾ നീ ചെയ്തെന്ന് കള്ള സാക്ഷികളെ കൊണ്ട് പറയിപ്പിച്ചവർക്കോ ഇവർക്കാർക്കും ദൈവത്തിൻ്റെ കമ്പ്യൂട്ടറിനകത്ത് കയറി നിന്നെക്കുറിച്ച് പറഞ്ഞിരുന്ന വാഗ്ദത്തങ്ങൾ ഇല്ലാതാക്കാൻ പറ്റില്ല. പറ്റുമായിരുന്നെങ്കിൽ നീ ഈ നാട്ടിൽ കാണില്ലായിരുന്നു. നീ നിൽക്കുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്മേലാണ്. ആ വാഗ്ദത്തത്തിന്മേൽ നിൽക്കുന്നിടത്തോളം കാലം സ്വർഗം പറയുന്നു, ഏതൊക്കെ കള്ളനാണയങ്ങൾ അസൂയ കയറി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ദൈവം നിന്നെ കുറിച്ച് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഇന്നും നോ എന്നല്ല, യെസ് എന്നാണ്, ഊവ എന്നാണ്. ഹല്ലേലൂയ, ഊവ എന്നാണ്. അതിൻ്റെ തെളിവുകളിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അവിടേക്ക് വരാൻ വേണ്ടി തന്നെയാണ് പരിശുദ്ധാത്മാവിൽ ഞാനും വ്യഗ്രത കൊള്ളുന്നത്. സമയത്തിൻ്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് പറയേണ്ടവണ്ണം പറയാനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് ചോദിക്കുകയാണ്. ഈ വേദപുസ്തകത്തിൻ്റെ ഭാഷയ്ക്കൊരു പ്രത്യേകത ഉള്ളതുപോലെ തന്നെ വേദപുസ്തകത്തിലെ വിഷയങ്ങൾക്കെല്ലാം ഒരു പശ്ചാത്തലം കാണും. ചുമ്മാ കർത്താവ് ഒരു കാര്യം പറയുകയല്ല. കർത്താവ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനൊരു പശ്ചാത്തലം ഉണ്ടാവും. ആ പശ്ചാത്തലത്തിലൂടെയാണ് ദൈവമായ കർത്താവ് ആ കാര്യം പറയുള്ളൂ. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇവിടെ പൗലോസിലൂടെ തിരുവെടുത്തിൽ പറയുകയാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഊവ് എന്നാണെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം പറഞ്ഞെങ്കിലേ നമുക്ക് ഈ വാചകത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്താണ് ആ പശ്ചാത്തലം? അതറിയണമെങ്കിൽ ഈ 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം മുതൽ നോക്കണം. 1:8 എന്താ എഴുതിയിരിക്കുന്നത്? 1:8 സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതേ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്നുള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യാൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഈ സംഭവം നോക്കൂ. ഈ 2-ാമത്തെ ലേഖനം എഴുതി വരുമ്പോൾ ആമുഖ വന്ദനങ്ങൾക്ക് ശേഷം പൗലോസ് കൊരിന്ത്യരോട് പറയുകയാണ്, സഹോദരന്മാരെ, ആസിയിൽ വെച്ച് ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. നിങ്ങളുടെ വാക്കിനെ ഒന്ന് ഇച്ചിരൂടെ അതിനകത്തേക്ക് ഇറങ്ങി ചിന്തിച്ചു നോക്കി. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് സഭക്കാരറിയല്ലേ എന്നാഗ്രഹിക്കുന്ന വിഷയങ്ങളില്ലേ? അയ്യോടാ, അതൊന്നും ഇല്ലാത്ത നല്ല ആൾക്കാർ ഞങ്ങളുടെ സഭയിൽ ഒരു ദിവസം വരണം കേട്ടോ, വണ്ടിക്കൂലി ഞാൻ തരാം. അവിടുത്തെ ഒരു പ്രശ്നം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ സംഭവങ്ങളാണ്. പക്ഷേ ഇവർ വീട്ടിൽ വന്ന് പാസ്റ്റർ നിലയ്ക്ക് അവനോട് പറയുന്ന സമയത്ത് അവർ ലാസ്റ്റ് പ്രത്യേകം പറയും, പാസ്റ്ററെ സഭയെ പറയണ്ട, പാസ്റ്റർ തന്നെ പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. അതിനർത്ഥം സഭയെ അറിയണ്ട, സ്തോത്രം എന്നാണ് അവരാഗ്രഹിക്കുന്നത്. അതിന് 100 റീസൺ കാണും. പക്ഷേ ഈ നല്ല യോഗത്തിൽ ആ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ അന്തരീക്ഷം കെടുത്തണ്ടല്ലോ. പക്ഷെ പൗലോസ് ആഗ്രഹിക്കുന്നു സഭ അറിയണം. സ്തോത്രം. എൻ്റെ കഷ്ടങ്ങൾ സഭ അറിയണം. എന്തിനാണ് ആ കഷ്ടമെന്ന് സഭ അറിയണം. സഭാമധ്യത്തിൽ പണ്ട് എന്ത് വിഷയം ഉണ്ടെങ്കിലും അവരാദ്യം വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് സഭയോടാണ്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിലെ ഒരു വാക്യം നോക്കി. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം, 4-ാം അധ്യായത്തിനകത്ത് ഒരു വാക്യം ആരംഭിക്കുന്നുണ്ട്. വിട്ടയച്ച ശേഷം ഒരു കൂട്ടാളികളുടെ അടുക്കൽ വന്നു. എത്രാമത്തെ വാക്യമാണ്? 4-ാമത്തെ അധ്യായത്തിനകത്തെ സ്തോത്രം 23-ാമത്തെ വാക്യം, 4:23 വായിച്ചേ. 4:23 ശേഷം അവർ കൂട്ടാളികളുടെ അടുത്ത് ചെന്ന് മഹാപുരോഹിതന്മാരെയും മൂപ്പന്മാരെയും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് നോക്കി ആ വാക്ക് കേട്ടെ. ഈ വാക്യം ഇതിനെല്ലാം പശ്ചാത്തലമുണ്ട്. ഒരു പാരഗ്രാഫാണ്. ഞാൻ പറഞ്ഞില്ല, പശ്ചാത്തലം പിടിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. ഈ സുന്ദരം എന്ന ദേവാലയ ഗോപുര വാതിക്കലിരുന്ന മനുഷ്യനെ പള്ളിയുടെ മുറ്റത്ത് എന്ന് സൗഖ്യമാക്കി പത്രോസും യോഹന്നാനും. സൗഖ്യമാക്കി അവൻ തുള്ളിച്ചാടി വീട്ടിൽ പോകേണ്ടതിന് പകരം തുള്ളിച്ചാടി പള്ളിയകത്ത് കയറി. അങ്ങനെ നല്ല ആൾക്കാരുള്ളതിനായി സ്തോത്രം. പലർക്കും വിടുതൽ കിട്ടി തുള്ളിച്ചാടി വീട്ടിൽ പോയി, പിന്നെ പള്ളി കണ്ടിട്ടേ ഇല്ല.
എന്തോരു മീറ്റിംഗ് ഈ സഭയൊക്കെ നടത്തിയത്. സ്തോത്രം. ഒത്തിരി പേര് ക്യൂ നിന്നു. നമ്മൾ പലരും പൈസ മുടക്കിയത് അതൊരു കുറ്റം പറയുകയല്ല, നല്ലത് തന്നെ. പക്ഷെ എന്നാലും പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. കാശ് മുടക്കിയത്, ഒരു വർഷം സൂക്ഷിച്ച് വെച്ച് പണം മുടക്കി ഉറക്കളച്ച് പ്രാർത്ഥിച്ചതെല്ലാം നമ്മളാണ്. യോഗം വെച്ചു, ഭയങ്കര ഡെലിവറൻസ് മീറ്റിംഗ് വെച്ചു, ശുശ്രൂഷകൾ ആരംഭിച്ചു. അവസാനത്തെ സമയത്ത് ഭയങ്കരമായിരിക്കുന്ന വിടുതൽ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് എവിടെ നിന്നൊക്കെയോ വന്ന ആളുകൾ ഇടിച്ച് മുമ്പിലേക്ക് വന്ന് നിന്നു. നമ്മൾ വിചാരിച്ചു പാവങ്ങളായിക്കോട്ടെ എന്നോർത്ത് പുറകോട്ട് മാറിക്കൊടുത്തു. കാശ് മുടക്കിയ നമ്മളാ, കരഞ്ഞത് നമ്മളാ. സ്തോത്രം. നമുക്ക് ഇച്ചിരി കുഴപ്പമുണ്ട് താനും. കാരണം നമ്മൾ മിക്കവാറും എല്ലാത്തും പുറകോട്ട് മാറി കൊടുക്കുന്നവരാണല്ലോ. അപ്പോൾ ആ ഒരു കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ പുറകോട്ട് മാറിക്കൊടുത്തു. എങ്ങാണ്ടെന്നും വന്നവർ, പാറശാലയിൽ നിന്ന് വന്നവരോ കൊട്ടാരക്കരയിൽ നിന്ന് വന്നവരൊക്കെ ഇടിച്ച് മുമ്പിൽ വന്ന് കൊട്ടക്കണക്കിന് വിടുതലും കൊണ്ട് പോയി. തുള്ളിച്ചാടി അവർ വീട്ടിൽ പോയി, പിന്നെ പള്ളി വന്നില്ല. നമ്മളാട്ടെ മുന്നോട്ട് എല്ലാത്തിൻ്റെ പേരിൽ അടുത്ത കൊല്ലം അതേ വിഷയമായിട്ട് പിന്നെയും വന്ന് നിൽക്കും. ഈ കൊല്ലം ദൈവത്തിൻ്റെ കൃപയാൽ വിട്ടുകൊടുക്കരുത്. വിടുതൽ നിന്റെയാണ്. നിന്റെ സഭയ്ക്കകത്ത് വ്യാപരിക്കുന്ന ദൈവപ്രവൃത്തിയുടെ അവകാശി നീയാണ്. നിന്റെ കണ്ണീരിൻ്റെ മറുപടിയാ. ഞാൻ വിശ്വസിക്കുന്നു 10-ാം ദിവസമായുള്ളൂ. ബാക്കി ദിവസങ്ങളിൽ അസാധാരണമായിരിക്കുന്ന ദൈവത്തിൻ്റെ വിടുതലുകൾ അനുഭവിച്ചു പോകാൻ പറ്റും. ഇന്ന് ഇവിടെ വെച്ചൊരു വലിയ സ്തോത്രം മതിലിടിക്കുക. ദൈവം പുറകോട്ട് പോകരുത്, മുമ്പിലേക്ക് കയറി നിന്നെ വിടുതലുമായി പോകണം. ഈ മനുഷ്യൻ ദൈവാലയത്തിൻ്റെ വാതിൽക്കരുന്ന് അവർ സൗഖ്യമാക്കിയപ്പോൾ പൊടിയും കുടഞ്ഞ് വീട്ടിൽ പോയായിരുന്നെങ്കിൽ ഇവർ ജയിലിൽ പോവില്ലായിരുന്നു. ശരിയല്ലേ? ആ മനുഷ്യൻ അങ്ങ് പോയാൽ മതിയായിരുന്നു. ഇയാൾ ചാടിക്കയറി പള്ളിയിൽ പോയി. പള്ളി കയറി വഴി മറ്റോര് പറഞ്ഞു, എടാ നമ്മുടെ പള്ളിപ്പറ്റത്ത് ഭിക്ഷ അയച്ചിരുന്നല്ലേ അവൻ ഇവിടെ നിന്നിട്ട് തുള്ളിച്ചാടുന്നു. യഹൂദന്റെ ദൈവാലയത്തിൽ തുള്ളിച്ചാടലൊന്നും നടക്കുകയല്ല. അവിടെ പോയി സൂചി വിഴുങ്ങിയോടെ നിന്നോളണം. പക്ഷെ ഒരുത്തം നിൽക്കുകയല്ല. അവനെ നിർത്തിയാലും നിൽക്കുകയല്ല, അവൻ സ്പ്രിങ്ങേൽ നിൽക്കുക. കാരണം അവന് വിടുതൽ കിട്ടി. അവൻ്റെ നരിയാണി ഉറച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ കാലുകൾ ഉറച്ചപ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. സാധാരണ കാലുറയ്ക്കാത്തപ്പോഴാണ് വിറയ്ക്കാറ് അല്ലേ? തിരുവനന്തപുരത്ത് അങ്ങനെയല്ലേ? കാലുറയ്ക്കാതെ വരുമ്പോഴെന്ത് ചെയ്യുന്നേ? വിറച്ച് എന്നെ പിടിച്ചോളാൻ പറയുന്നത്. ഇവിടെ കാലുറച്ചപ്പോഴാണ് അവന് വിറ തുടങ്ങിയത്. സ്തോത്രം. നമ്മുടെ പലരെയും വിറയൽ വിഷയത്തിൻ്റെ മറുപടി കിട്ടിയപ്പോൾ നിന്നു. സ്തോത്രം. അതിനു മുമ്പ് എന്തായിരുന്നു? ഇവൻ കരിയാണി ഉറച്ചപ്പോൾ, ഇവൻ്റെ കാലുകൾ ഉറച്ചപ്പോൾ സ്തോത്രം, ഇവൻ തുള്ളിച്ചാടി അകത്ത് കയറി. അവർക്ക് അസൂയ തോന്നി. കാര്യം തിരക്കിപ്പോൾ പറഞ്ഞു, യേശുവിൻ്റെ കൂടെ നടന്നവർ ഇവനെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചതാ. അങ്ങനെ പറഞ്ഞ് അവനെ കൊണ്ടുവന്ന് കാരാഗ്രഹത്തിൽ ചില സംഭവങ്ങൾ നടന്ന് പിന്നീട് സ്തോത്രം അവരെ പിടിച്ചു, കാരാഗ്രഹത്തിനകത്ത് അടച്ചു. അടുത്ത ദിവസം അവരെ പിടിച്ചുകൊണ്ട് വന്ന് അന്ന് രാത്രി ജയിലൊക്കെ പശ്ചാത്തലങ്ങൾ വിടുകയാണ്. അങ്ങനെ വന്നു കാരാഗ്രഹത്തിൻ്റെ അകത്തുനിന്ന് കൊണ്ടുവന്ന് മഹാപൗരോഹിത്യം, അതിൽ മതകോടതിയും അവരെ വിസ്തരിച്ചിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ഏത് ശക്തി കൊണ്ടാണ് ചെയ്യുന്നത്? അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ 2 കാര്യങ്ങൾ അവരെ കൊണ്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എഴുതി വെച്ച് ഒപ്പിടിച്ചു. 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ശക്തി കൊണ്ട് യെരൂശലേമിൽ ഇനി പ്രവർത്തിക്കരുത്. 2, ഈ നാമത്തിന് ഇനി മിണ്ടിപ്പോകരുത്. നിങ്ങളെ വാക്കുകൾ ഓർത്ത് നോക്കി. ഇത് 2 ഉപയോഗിക്കാതെ ഈ നാട്ടിൽ നിൽക്കാമെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം. ഇത് 2 ഉപയോഗിക്കരുത്. ഇത് 2 ഉപയോഗിച്ചില്ലെങ്കിൽ സഭയാണ്. യേശുക്രിസ്തുവിൻ്റെ നാമം ഉപയോഗിക്കരുത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉപയോഗിക്കരുത്. ഇത് 2 ഉപയോഗിക്കാത്ത കൂട്ടര് സഭയല്ല. ബാക്കി എന്തൊക്കെ ഉണ്ടെങ്കിലും സഭയുടെ ഏറ്റവും വലിയ താക്കോൽ എന്ന് പറയുന്നത് യേശുവിൻ്റെ നാമമാണ്. സഭയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. വേണമെങ്കിൽ ഒരു കോംപ്രമൈസിന് തുനിയാമായിരുന്നു. അവരെ കൊണ്ട് നിർബന്ധിച്ചു വാൺ ചെയ്യിപ്പിച്ചു. നിങ്ങളെ വെറുതെ വിടാം, കൊന്നുകളയാനുള്ള അധികാരം അന്നത്തെ സന്നിധി സംഘത്തിനുണ്ട്. പക്ഷെ വെറുതെ വിടാം. പക്ഷെ ഒറ്റ കാര്യം, യേശുവിന്റെ നാമത്തിൽ മിണ്ടരുത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി പാടരുത്, പ്രസംഗിക്കരുത്, പ്രാർത്ഥിക്കരുത്. അല്ലാതെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ടല്ലോ. നിങ്ങൾക്ക് മാത്രം തന്നെ പ്രശ്നം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലല്ലാതെ പ്രാർത്ഥിക്കുന്നവരില്ലേ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലല്ലാതെ പാടുന്നവരില്ലേ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലല്ലാതെ അടങ്ങി ഒതുങ്ങി നിന്ന് പ്രസംഗിക്കുന്നവരില്ലേ?
അങ്ങനെ വേണമെങ്കിൽ ചെയ്തോ, ഈ നാട്ടിൽ പോകാം. അല്ല, പരിശുദ്ധാത്മാവിൽ പാടാനാ പ്ലാനെങ്കിൽ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാനാ പ്ലാനെങ്കിൽ, പരിശുദ്ധാത്മാവിൽ പ്രസംഗിക്കാനാ പ്ലാനെങ്കിൽ, പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കാനാ പ്ലാനെങ്കിൽ വെറുതെ വിടില്ല എന്നാണ് യഹൂദ മതത്തിന്റെ ഭീഷണി. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ആത്മാവ് ആ മണ്ഡലത്തെ വേരോടെ പറിക്കുകയാണ്. ദൈവസഭയ്ക്കകത്ത് ആത്മപ്രവാഹം ഉണ്ടാകാൻ പോകുകയാണ്. അതിനെതിരെ ഏതെങ്കിലും വിധത്തിൽ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് ഒതുക്കാനോ പ്ലാനെങ്കിൽ സ്വർഗം അതിനെ ഇന്ന് വേര് മറച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് ആത്മാവ് ശക്തമായി പറയുന്നു. വീണ്ടും പതിവ് കാര്യങ്ങളിൽ കൂടെ ആണെങ്കിലും പതിവില്ലാത്ത വ്യാഖ്യാനങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് ദൈവം തരുന്നു. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമം പറയാൻ പാടില്ല. വേണമെങ്കിൽ അബ്രഹാമും ഇസ്ഹാക്കും കൂടി യാഗം കഴിച്ച കാര്യം പറഞ്ഞു, ഒരു കുഴപ്പമില്ല. സ്തോത്രം. ആഹാബ് ഏലിയാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് മീശ പിരിച്ച കാര്യം പറഞ്ഞു, കുഴപ്പമില്ല. യേശുക്രിസ്തുവിൻ്റെ നാമം പറയരുത്. ഇത് രണ്ടും സാത്താന് പ്രശ്നമാണ്. ഇത് രണ്ടും മതങ്ങൾക്ക് പ്രശ്നമാണ്. ഇന്ന് പകൽക്കാലം നിന്റെ വീട്ടിൽ യേശുവിൻ്റെ നാമം ഉപയോഗിക്കണം. നിന്റെ കുടുംബ പ്രാർത്ഥന പരിശുദ്ധാത്മാവിലായിരിക്കണം. അതിനെ ഇല്ലാതാക്കാൻ നോക്കുന്ന, അതിനെ മയക്കിക്കളയാൻ നോക്കുന്ന ആ പഴയ പ്രാർത്ഥന എന്നോട് ദൈവം ഉപദേശിച്ച് പോകാൻ പറയുന്നു. ആ പഴയ പ്രാർത്ഥന, വീട്ടിലെ പ്രാർത്ഥന, അന്യഭാഷ പറഞ്ഞ് കൈയടിച്ച് പാട്ടുപാടി ആത്മാവിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊക്കെ മാറി ഇപ്പൊ പ്രാർത്ഥിച്ചു എന്ന് വരുത്തി തീർക്കുന്ന ഇടപാട് മാറ്റിയിട്ട് ഈ ഉപവാസം കഴിയുമ്പോഴല്ല, ഇന്നു മുതൽ ആത്മാവിലെ പ്രാർത്ഥന ആരംഭിക്കണം. ശക്തിയുടെ പ്രാർത്ഥന. പാടിയാലും പ്രാർത്ഥിച്ചാലും എന്ത് ചെയ്താലും ആ ശക്തിയോടായിരിക്കണം. സ്തോത്രം. ഭയങ്കര ശക്തിയോടെ. ഇത് ഉപയോഗിക്കാതിരുന്നാൽ സാത്താൻ ഒരു കുഴപ്പമില്ല. എത്ര കാലം വേണമെങ്കിലും നമുക്ക് ദേശത്ത് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ലോകം എതിരാകും, മതങ്ങളെതിരാകും, മനുഷ്യരെതിരാകും. ഈ സഭയ്ക്ക് ദൈവമായ കർത്താവ് വരമായി തരികയാ. 2 പാസ്വേഡുകൾ, യേശുവിൻ്റെ നാമവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും. ഇത് രണ്ടും ഇതിനകത്തുള്ളിടത്തോളം കാലം യേശുവിൻ്റെ നാമത്തിൽ തടയാൻ പറ്റില്ല. നിങ്ങളുടെ വീട്ടിലാകട്ടെ, എവിടെ ആകട്ടെ, മറ്റെന്തിനേക്കാൾ വലിയത് യേശുവിൻ്റെ നാമം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഹല്ലേലൂയ. 7-ാം വാക്യം ഞാൻ പറയുന്നത് ശരിയാണോ എന്നും കൂടി നോക്കിയേക്കണം. 4:7 ഇവരവരെ നടുവിൽ നിർത്തി. 4:7 ഇവരവരെ നടുവിൽ നിർത്തി. ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങളിത് ചെയ്തത്. ഇപ്പൊ 2 കാര്യം അറിഞ്ഞാൽ മതി. നീ ഏത് ശക്തി കൊണ്ടാണ്, ഏത് നാമത്തിലാണ് ഇത് ചെയ്യുന്നത്. സ്തോത്രം. അതിനവരോട് പറഞ്ഞു, ഈ 2 കാര്യം ഈ പട്ടണത്തിൽ ഉപയോഗിക്കാൻ പറ്റിയല്ല. പക്ഷെ കോടതിക്കകത്ത് വെച്ച് ധാർഷ്ട്യം കാണിക്കാൻ പറ്റിയല്ല. അവിടെയാണ് ഈ പരിജ്ഞാനമൊക്കെ. സ്തോത്രം. കാര്യം പറഞ്ഞെങ്കിൽ എതിര് പറഞ്ഞില്ല. എതിര് പറയാതെ പതുക്കെ അങ്ങ് ഊരിപ്പോന്നു. എന്നിട്ട് നേരെ വിട്ടയച്ചിട്ട് അവർ വീട്ടിൽ പോയി എന്നല്ല 23-ാം വാക്യത്തിൽ വായിച്ചത്. പിന്നെന്താ വായിച്ചത്? വിട്ടയച്ച ശേഷം അവര് ദൈവത്തോട് നിലവിളിച്ച് വിട്ടയച്ച ശേഷം, അത് പറഞ്ഞ വിട്ടയച്ച ശേഷം അവര് കൂട്ടാളികളുടെ അടുക്കൽ ചെന്നു. വിട്ടയച്ച ശേഷം വീട്ടിലല്ല പോയത്, പിന്നെ കൂട്ടാളികളുടെ അടുക്കൽ. കൂട്ടാളി എന്ന് വെച്ചാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ 9 പേരുകളിലൂടെ ദൈവസഭയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ദൈവമക്കളെ, ശിഷ്യന്മാര്, വിശുദ്ധന്മാര്, കൂട്ടാളികള്, ക്രിസ്ത്യാനികള്. സ്തോത്രം. അങ്ങനെ പറയപ്പെടുന്ന 9ഓളത്തോളം പേര്. ഞാനത് ഇപ്പോൾ മനസ്സിൽ തയ്യാറാക്കിയിട്ടില്ല. ഞാൻ അടിവരയിട്ടിട്ടുണ്ട് എവിടെയൊക്കെ ഇതിനകത്ത്. സ്തോത്രം. അപ്പം അങ്ങനെ നിങ്ങൾ തപ്പിയാൽ കിട്ടും അത്രയും പേരുകൾ. അതിനൊരു പേരാണ് കൂട്ടാളികൾ. കൂട്ടുകാർ വേറെ, കൂട്ടാളികൾ വേറെ. കൂട്ടാളി എന്ന വാക്കിൻ്റെ അർത്ഥം യോക്ക് ഫെലോ എന്നാണ്. യോക്ക് എന്ന് പറഞ്ഞാൽ നുകം. ഒരു നുകത്തിൻ്റെ ഇവിടെയും കാളവണ്ടി കണ്ടിട്ടുള്ളവർക്കറിയാം. പഴയ കാലത്ത് 2 കാളകളെ കെട്ടുന്നത്. ഒരു കാള ഇവിടെ, ഒരു കാള ഇവിടെ. ഈ കാളവണ്ടിക്കകത്ത് 400 കിലോ സാധനം കയറ്റിയിട്ടുണ്ടെങ്കിൽ ഈ 2 കാളയ്ക്കും ഒരുപോലെയാണ് ഭാരം. കൂട്ടാളി എന്ന വാക്ക് അധികം ബന്ധങ്ങൾക്കില്ല. സഭയ്ക്കകത്തുള്ള ദൈവമക്കളെ കൂട്ടുകാരെന്നല്ല ബൈബിൾ വിളിക്കുന്നത്, കൂട്ടാളികളെന്ന.
മലയാളത്തിൽ അത്രേ വന്നോളൂ. ഇംഗ്ലീഷ് അറിയാവുന്ന കുഞ്ഞുങ്ങൾ എൻ്റെ ബൈബിൾ നോക്കി എഴുതി വെക്കണം. യോക്ക് ഫെലോ. ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്തും ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗമാണ്. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളുണ്ട്. അതിലൊരു പദമാണ് മലാക്കി പ്രവചനത്തിൽ പറയുന്നു, സ്തോത്രം, അവൾ നിന്റെ ധർമ്മപത്നിയും കൂട്ടാളിയുമല്ലയോ എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഒരു കുടുംബത്തിൽ ഒരു വിഷയം ഉണ്ടായാൽ ഭർത്താവിനും ഭാര്യയ്ക്കും രണ്ട് കാളയും ഒരുപോലെ നുകം വലിക്കുന്നത് പോലെ രണ്ടുപേരും ഒരുപോലെ ഭാരം ചുമക്കണം. മനസ്സിലായോ? സ്തോത്രത്തില് ഉപവാസവും പ്രാർത്ഥനയും മുഴുവൻ അമ്മാമ്മ ഏൽപ്പിച്ചിട്ട് അച്ചായൻ 4 നേരം അടിച്ച് പെരുത്തിട്ട് ഏമ്പക്കം വിട്ട് വൈകുന്നേരം സ്തോത്രം പ്രാർത്ഥിക്കാതെ തൂണും ചാരി ഇരിക്കുകയല്ല വേണ്ടത്. കുഞ്ഞിനൊരു വിഷയം വന്നാൽ രണ്ടുപേർക്കും ഈക്വലാണ് ഉത്തരവാദിത്വം. ഈ സഭയ്ക്ക് ഒത്തിരി പ്രശ്നം വന്നാൽ കൂട്ടാളിയാണെങ്കിൽ പാസ്റ്റർക്കല്ല, ഒരാൾക്കല്ല, എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്വം. ഒരു ഭാരം വന്നാൽ ഒരുപോലാണ്. അതാ കൂട്ടാളി. ഇവര് വിട്ടയച്ച ശേഷം നേരെ കൂട്ടാളികളുടെ അടുക്ക വന്നിട്ട് അവരെന്ത് ചെയ്യുന്ന എഴുതിയിരിക്കുന്നത്, മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു, സഭയെ അറിയിച്ചു. ശ്രദ്ധിച്ചു കേട്ടോളണം, സഭയെ അറിയിച്ചു. നമുക്ക് അറിയിക്കാൻ ഒത്തിരി സ്ഥലമുണ്ട്. കേരളത്തിൽ ജീവിക്കുമ്പോൾ, ഭൂമിയിൽ ജീവിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു കേട്ടോളണം. ഇന്ന് പകൽക്കാലം ദൈവം ചില കാര്യങ്ങൾ തീർക്കുന്ന ദിവസമാണ്. നമുക്ക് തെറ്റുപറ്റിക്ക് കർത്താവിനോട് പറയണം, ഞാൻ അറിയിച്ച സ്ഥലം തെറ്റിപ്പോയി, അവിടെ അല്ലായിരുന്നു അറിയിക്കണ്ടേ എന്ന് പറഞ്ഞേക്കണം. സഭയെ സഭയായി കാണണം, അതിൻ്റെ ക്വാളിറ്റി സൂക്ഷിച്ചോളണം. ഭയങ്കര അത്ഭുതങ്ങൾ നടക്കും. നാട്ടുകാരെ ഞെട്ടിപ്പിക്കും. അവരിങ്ങോട്ട് വരും. നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ അറിയിക്കാൻ എന്തൊരു സ്ഥലമുണ്ട്. നേരെ ഇപ്പം അയൽവക്കക്കാരൊക്കെ തമ്മിൽ പ്രശ്നം ഉണ്ടായി, 2 അയൽവക്കക്കാർ നമ്മുടെ അടുത്തുള്ളവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പണ്ട് ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ അറ്റ കൈക്ക് പോയിക്കൊണ്ടിരുന്നത്, അവിടെ അറിയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വീട്ടിൽ അപ്പനും മോനും കൂടി പ്രശ്നം ഉണ്ടാക്കിയാൽ ആദ്യം ആരെ അറിയിക്കുന്നേ? ഇവിടെ ഇല്ല, അവിടെ ആദ്യം പോലീസ് സ്റ്റേഷനെ അറിയിക്കുന്നത്. പല വീട്ടിൽ ആദ്യം അപ്പം വിളിക്കും. ഫോൺ നമ്പറൊക്കെ കാണാതെ, പാസ്റ്ററുടെ നമ്പർ ഇതുവരെ അറിയില്ല, SIയുടെ നമ്പർ കാണാതെ അറിയാം. വിളിച്ച് മനസ്സിലായോ? അപ്പം നമുക്ക് അറിയിക്കാൻ എന്തൊരു സ്ഥലമുണ്ട്. കുടുംബ പ്രശ്നം ഉണ്ടായ നേരം കുടുംബ കോടതി അറിയിക്കാം, വക്കീലിനെ അറിയിക്കാം, വീട്ടുകാരെ അറിയിക്കാം, അല്ലേ? ഫാമിലി ലൈഫിൽ പ്രശ്നം ഉണ്ടായാൽ എല്ലാവരും കേട്ടോളണം. ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരന്മാരും കല്യാണം കഴിക്കാൻ പോകുന്നവരെല്ലാം കേട്ടോളണം. ഇത് ഫാമിലി മീറ്റിംഗ് അല്ലെന്നറിയാം, പക്ഷേ ഇത് കേട്ടോളണം. എപ്പോഴും ഒന്നും എല്ലാം കിട്ടിയല്ല. നമുക്കറിയിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. വേണമെങ്കിൽ അന്നേരം തന്നെ അറിയിക്കാം. ചുമ്മാ ഒരു കാര്യം ഉണ്ടായുള്ളൂ, ഉണ്ടായപ്പോഴേക്കും പെട്ടെന്ന് ഫോൺ എടുത്ത് അകത്ത് കയറി വാതിലും വലച്ചടച്ചിട്ട് അമ്മയെ അറിയിച്ചു. പോക്കാം, മിക്കവാറും അമ്മ എങ്ങ് വരും, നിന്നെ വിളിച്ചോണ്ട് പോവും. അതോടെ പിന്നെ ഒറ്റയ്ക്ക് വീട്ടിൽ കഴിക്കേണ്ടി വരും. പിന്നെ നത്തിരിക്കും പോലെ ഇരിക്കേണ്ട വരും. ഇത്രയേ ഉള്ളൂ. പിന്നെ വേറെ വേണ്ട. അറിയിക്കാൻ നമുക്ക് സ്ഥലമുണ്ടെന്ന്. വേണ്ടാത്തടത്ത് പോയി അറിയിച്ചിട്ട് കിട്ടുന്നതെല്ലാം മേടിച്ചു കെട്ടിയാൽ സഭയ്ക്ക് ഉത്തരവാദിത്വമില്ല. അത് ഞാൻ ഈ സഭയുടെ റാഫയുടെ പേരിലല്ല, പരിശുദ്ധാത്മാവ് സ്ഥാപിച്ച ദൈവത്തിന്റെ സഭയുടെ പേരിൽ പറയുന്നു. നിനക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോയി അറിയിച്ചു, നീ ആകപ്പാടെ വലഞ്ഞു പോയി, അതിന് സഭ എന്ത് ചെയ്യും? ഇവിടെ മാതൃക ഉണ്ടോ? അവന്മാരെ എഴുതി വെപ്പിച്ചു, കണ്ണുരുട്ടി കാണിച്ചു, അടിച്ചു. പറഞ്ഞ് പട്ടണത്തിൽ നിന്ന് കണ്ടുകഴിഞ്ഞാൽ കാലിന്റെ മുട്ട് തല്ലി ഒടിക്കും എന്ന് പറഞ്ഞാ വിട്ടത്. ഒന്നും പറഞ്ഞില്ല. അവര് നേരെ കളക്ടറെ കാണാൻ പോയില്ല, എല്ലാവരും കൂടി മുഖ്യമന്ത്രിയെ കാണാൻ പോയില്ല, എല്ലാവരും കൂടെ സ്തോത്രം ഒരിടത്തേക്കും പോയില്ല. അവര് നേരെ സഭയെ അറിയിച്ചു. സഭയെ അറിയിച്ചു. അവരോട് വന്നിട്ട് പറഞ്ഞു, കൂട്ടാളികൾ ഈസ് ഈക്വൽ ടു സഭ. അവരെ അറിയിച്ചു. സഭയെ അറിയിച്ചപ്പോൾ സഭ എന്ത് ചെയ്തു? സഭ ഇതെല്ലാം കേട്ടിട്ട് ചിലപ്പോഴൊക്കെ എനിക്ക് കഷ്ടം തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഒന്നും സഭയിൽ സാക്ഷിയില്ല. സ്തോത്രം. ചിലപ്പോഴൊക്കെ അതിഥികളൊക്കെ ആയിട്ട് പോയിരിക്കുന്ന സമയത്ത് സാക്ഷിയൊക്കെ പറഞ്ഞ സമയത്ത് മുമ്പിൽ നിന്നോട് സാക്ഷ്യം പറയുന്നുണ്ട്. അമ്മമാർ തമ്മിൽ കണ്ടുകൊണ്ട് കാണിക്കും, അങ്ങനെ തന്നെ വരണമൊക്കെ. അങ്ങനല്ലേ സ്തോത്രം. നമ്മൾ യോഗത്തിനൊക്കെ പോയിരിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കും, കേന്ദ്രീകരിക്കുമ്പോൾ അവർ കൈകൊണ്ട് കാണിക്കും. ആ തലയുടെ ഇരിപ്പൊക്കെ കാണുമ്പോൾ അറിയാം ഇതാണെന്നുള്ളത്. പക്ഷെ സഭ ഒരിക്കലും ഒറ്റിക്കൊടുക്കുകയല്ല.
നീറുന്ന വിഷയങ്ങൾ, മറ്റെങ്ങും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, വേറെ ആരോടും പങ്കുവെക്കാൻ പറ്റാത്ത വേദനകൾ, അത് പറയാൻ വേണ്ടി ദൈവമായ കർത്താവ് ഈ പട്ടണത്തിൽ തുറന്ന ദൈവത്തിന്റെ സ്ഥാപനമാണ് ദൈവത്തിന്റെ സഭയെന്ന് നമ്മൾ ആദ്യം പഠിച്ചാൽ ഈ നാട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്കല്ല, കോടതിയിലേക്കല്ല, സഭയിലേക്ക് ആള് വരും. ഞാനിതെല്ലാം ഓപ്പൺ ആക്കി ഇടുക കേട്ടോ. സ്തോത്രം. ഇത് ക്ലാസ് എടുക്കുകയല്ല ഞാൻ. ഈ സംഭവങ്ങൾ ഇന്നിവിടെ ഓപ്പൺ ആക്കി ഇടുക. ഇതൊരു വലിയ സംഭവമായി മാറും. റാഫ ചർച്ച് ഭയങ്കര സംഭവമായി മാറും. ആളുകൾ പറയും തിരുവനന്തപുരത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് അങ്ങ് വെഞ്ഞാറമൂടെന്ന് ഇങ്ങോട്ടോട് പറയും. സ്തോത്രം. പോയി പറയാനൊരു സ്ഥലമുണ്ട്. പറ്റുമെങ്കിൽ 2 വണ്ടി മാറി കയറണമായിരിക്കും. പറ്റുമെങ്കിൽ രാവിലെ പോയി പറയാമെങ്കിൽ അവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. പോയി പറയാൻ പറ്റത്തക്ക രീതിയിൽ സ്വർഗം പട്ടണങ്ങളിൽ തുറക്കുന്ന ദൈവത്തിന്റെ സ്ഥാപനമാണ് കർത്താവിന്റെ ചോര കൊടുത്ത് സമ്പാദിച്ച ദൈവത്തിന്റെ സഭ. അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുന്നത് ആത്മാവിൽ അത് ഊതേറ്റെടുത്തോണ്ട് പറയണം, അതിവിടെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. സഭയോട് പറഞ്ഞു. പണ്ട് കാലത്തെ സഭ അതാണ്. ആ പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കണം. ഒരു വലിയ ചേഞ്ച് നമുക്ക് വരുന്നു. ഗീർ മാറിയിടുന്നത് പോലെ ഒരു ഷിഫ്റ്റിംഗ് ദൈവം ചെയ്യാൻ പോവാ. അവിടെ ആകുമ്പോഴേക്കും നമ്മൾ ഓർത്തോണം, നമ്മളൊന്നും എഴുതി വെക്കണ്ട. എഴുതി വെക്കാതെ ആളുകൾ അനുഭവത്തിലൂടെ പറയട്ടെ. ചെന്ന് പറയാനൊരു സ്ഥലമുണ്ട്. അങ്ങനെ സഭയിൽ വന്നിവർ പറഞ്ഞു. സഭ അതിനെ പബ്ലിസിറ്റി ആക്കിയില്ല. ഇത് കേട്ടിട്ട് എല്ലാവരും കൂടി ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു. മറ്റൊരുത്തൻ്റെ ഭാരം നമ്മളോട് പറയുമ്പോൾ ആ ഭാരം നമ്മുടേതാക്കി ഏറ്റെടുത്തെങ്കിലേ നിലവിളി വരുള്ളൂ. അങ്ങനെയൊക്കെ ഒരു ഹൃദയം കിട്ടിയാൽ നമ്മളെ ദൈവം നിലത്തിരുത്തിയല്ല. സത്യം പറയുന്നു. കാരണം ഇത് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം സുവിശേഷം കേൾക്കാത്തതല്ല, വായിക്കാൻ പുസ്തകം ഇല്ലാത്തതല്ല, വീട്ടിൽ സുവിശേഷം കിട്ടാത്തതല്ല. ദൈവാത്മാവ് എന്നോട് വളരെ വളരെ ചർച്ചിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഗീറ് ദൈവം മാറ്റിയിടുമ്പോൾ പറയുന്നു, നിങ്ങൾക്കൊരു 10 പേർക്കെങ്കിലും മിനിമം ഇന്നൊരു സമർപ്പണം നടത്താമോ? എൻ്റെ കർത്താവേ, എന്നെ കൂടി വേലയിൽ പങ്കാളിയാക്കണം. എന്തിനാ? കോട്ടിട്ട് ഈ പുൾപ്പിറ്റിൽ വന്ന് പാസ്റ്ററോട് സമയം ചോദിച്ച് മേടിച്ച് നിന്റെ തലച്ചോറിനകത്തിരിക്കുന്ന കാര്യം മുഴുവൻ ഞാനൊരു വാക്കുപയോഗിക്കുക, പിണങ്ങരുത്. ഇവിടെ ഛർദ്ദിച്ചു വെക്കാനല്ല. പിന്നെയോ ദൈവം തകർന്നു പോയ ചിലരെ നിന്റെ അടുക്കൽ കൊണ്ടെത്തുമ്പോൾ നീ അവനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് കർത്താവിന്റെ സന്നിധാനത്തിൽ, മോനെ നിനക്ക് ഒന്നും പേടിക്കണ്ട, ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ അങ്ങനെ ഒരു 10 പേര് ഈ ഉപവാസത്തിൽ ദൈവത്തിന്റെ അഭിഷേകം ആ വിധത്തിൽ പ്രാപിച്ചാൽ, എന്റെ കർത്താവ് പറയുന്നു, നിങ്ങളെ ദൈവം ഭയങ്കരമായി ഒരു അണ്ടർഗ്രൗണ്ട് ലെവലിൽ ആരും അറിയാതെ ഉപയോഗിക്കും. ആരത് സ്വീകരിക്കും? ഹല്ലേലൂയ. ഞാൻ ഈ കോവിഡ് കഴിഞ്ഞ സമയത്ത്, ഞാൻ പൗരുഷനിൽ വന്നതിന് ശേഷമാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഭാരങ്ങൾ, ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ പറഞ്ഞാൽ തോന്നുന്നു, ഭാരങ്ങളും ആളുകളുടെ വിഷമങ്ങളും എൻ്റെ ശുശ്രൂഷയിൽ തന്നെ ഭയങ്കരമായിട്ട് ആളുകളുടെ ഭാരങ്ങളിൽ ഭയങ്കര മാറ്റം വന്നത്. കാരണം അതുപോലെ വിഷയമാണ്. ഞാൻ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കോവിഡ് കഴിഞ്ഞ ആൾക്കാരൊക്കെ യാത്ര ചെയ്യാൻ തുടങ്ങി ആ സമയം പൗരുഷം കാണുന്നൊരു ഫാമിലി ഈ ജില്ലയിലുള്ള ഞങ്ങളെ വിളിച്ചു. ഭയങ്കര ട്രാജഡി ഫാമിലിയാണ്. ഞാൻ തിരുവനന്തപുരത്തിൽ കല്യാണം നടത്താൻ വേണ്ടി വന്നു. കല്യാണം നടത്താൻ വേണ്ടി വന്നിട്ട് പോകുന്ന സമയത്ത് അവരിങ്ങനെ അറിഞ്ഞു ഞാനാണ് കല്യാണം. അവരെ കല്യാണത്തിൽ വിളിച്ചല്ലേ മരുന്ന് അറിഞ്ഞു. അതറിഞ്ഞാൽ വിളിച്ച് അവരെന്നോട് ചോദിച്ചു, വന്നിട്ട് പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കുമോ? ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. ഞാൻ കല്യാണം നടത്തി തിരിച്ചു പോകുമ്പോൾ ഞങ്ങളെ വീട്ടിൽ ചെന്നു. അമ്മച്ചിയുണ്ട്, അവരുടെ മോളുണ്ട്, അവരുടെ കുഞ്ഞുണ്ട്. 4 തലമുറകൾ ഒരുമിച്ച് താമസിക്കുന്ന വീട്. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ മോൻ ഒരുപാട് വിദ്യാഭ്യാസത്തിലും കാര്യത്തിലൊക്കെ പരാജയപ്പെട്ടിരുന്നവനാണ്. അവൻ അപ്പനില്ലാത്തൊരു കുഞ്ഞാണ്. ഞാനവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് അവനെ കണ്ടപ്പോൾ ഒരു സാധനം, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ നേരത്ത് ദൈവം എൻ്റെ ഹൃദയത്തിനകത്ത് പ്രേരണ തന്നു. ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു. അവനെ കെട്ടിപ്പിടിച്ച സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. സ്തോത്രം. ഞാൻ കരഞ്ഞു, അവനെ പ്രാർത്ഥിച്ച് അവനെ അനുഗ്രഹിച്ചു. എൻ്റെ ഒരു മോനെ പോലെ, അത്രേ പ്രായം കാണും, എൻ്റെ മൂത്ത മോളുടെ പ്രായം കാണില്ല അവന്, അതുപോലെ അനുഗ്രഹിച്ചു. ഞാൻ അങ്ങ് പോവുകയും ചെയ്തു. പക്ഷെ ഇന്നും ഇപ്പോഴും അവൻ്റെ ജീവിതത്തിലെ സകല അപജയങ്ങളും മാറ്റി അവനൊരു പുതിയ മനുഷ്യനായി. ദൈവദാസൻ ആരാ? ദൈവം ആരാ? സ്നേഹം എന്താ? അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ ഇന്ന് വരെ ആരും ചേർത്ത് പിടിച്ചിട്ടില്ല പാസ്റ്ററേ.
അവൻ എന്നോട് പറഞ്ഞു, അമ്മേ എൻ്റെ അപ്പൻ കുഞ്ഞിനെ പോയതാ. അവനെ ആരും അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല, അവനെ മോനെ എന്ന് വിളിച്ചിട്ടില്ല. അത്രയും മതി. അല്ലാതെ നമ്മുടെ തിയോളജി ഒന്നും ജനത്തിന് അതൊക്കെ പിന്നെ. സ്വർഗ്ഗം എന്നോട് പറയുന്നു, മറ്റൊരുത്തിൻ്റെ വേദനയിൽ കരയാൻ യിരെമ്യാവിന് കൊടുത്തതുപോലെ നിനക്ക് ഞാൻ കണ്ണീര് തരാം. അത് നിന്റെ കുഞ്ഞിനെ പറ്റി കരയാനായിരിക്കില്ല, നിന്റെ കുടുംബജീവിതത്തിൻ്റെ പൊളിഞ്ഞ അവസ്ഥയെ നോക്കി കരയാനായിരിക്കില്ല. ഇത്രയും നാൾ നീ കരഞ്ഞ കണ്ണുനീരിന് അങ്ങനെ ഒരർത്ഥമുണ്ടായിരുന്നെങ്കിൽ നിന്റെ കണ്ണുനീരിനെ ഡൈവേർട്ട് ചെയ്യിക്കുന്നു എന്ന് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ആരോടോ പറയുന്നു. ആർക്ക് വേണം ആ ആലോചന? ഇതുവരെ കരഞ്ഞത് എന്റെ തകർച്ച നോക്കിയ ജീസസ്. ഈ യിരെമ്യാ പ്രവചനത്തിൽ 2 തരം കണ്ണീരുണ്ട്. ഞാനിപ്പോഴും ഇതൊക്കെ ഓർക്കുന്നുണ്ടോ? 2 തരം കണ്ണീരുണ്ട്. പാസ്റ്റർ അത് ഓർത്തിരുന്നോ? പിന്നെ തപ്പിയെടുക്കാം. ഓർത്തിരുന്നു. ഒന്നിതാണ്, സ്തോത്രം, ഹല്ലേലൂയ. യിരെമ്യാവ് ഒരിക്കൽ പറയുന്നുണ്ട്, കർത്താവ് യിരെമ്യാവിനെ ഉപദ്രവിച്ചും ദൈവദാസന്മാർ കേട്ടിരുന്നോളാം കേട്ടോ. ഉപദ്രവിച്ചും ഭയങ്കര കഷ്ടപ്പെടും. അവനറിയാലോ, പുരോഹിതന്മാർ തല്ലുന്നു, മറ്റേ പ്രവാചകന്മാരെല്ലാം ഞങ്ങൾക്ക് കിട്ടാത്ത ദൂത് നിനക്ക് അവിടെ നിന്ന് കിട്ടിയിടാന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ വലിയ കുഴിയിലിടുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യിരെമ്യാവ് ദൈവത്തോട് പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ദൈവമേ, ഞാൻ സംസാരിക്കുമ്പോഴൊക്കെയും കരയുന്നു. നിങ്ങളുടെ വാക്ക് ശ്രദ്ധിച്ച് കേട്ടെ. ഞാൻ ഡെയിലി മെസ്സേജ് അയക്കുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ 10 മിനിറ്റ്. ഒരു ദിവസം ഞാൻ ആ ഭാഗം ഇങ്ങനെ ബൈബിൾ രാവിലെ പ്രാർത്ഥിച്ചതിന് ശേഷം നോക്കുമ്പോഴേ പെട്ടെന്ന് കാണാം, സംസാരിക്കുമ്പോഴൊക്കെയും കരയുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു, അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. ഞാൻ എന്തോരം പേരെ കണ്ടിരിക്കുന്നു. ഇപ്പം വേണമെങ്കിൽ യോഗം കഴിയുമ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു നോക്കി, 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കരയാൻ തുടങ്ങും. കാരണം അയാൾ അങ്ങനെ നിങ്ങളോട് ചെയ്യുന്നത്. നിങ്ങളല്ല, തിരുവല്ലക്കാരോട്. നിങ്ങൾ നല്ല ആൾക്കാർ. നിങ്ങളുടെ മോനെ കുറിച്ചെന്ന് പറഞ്ഞു നോക്കി. എത്രയോ അമ്മമാരാ കുഞ്ഞിനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോഴേക്കും പറഞ്ഞു തീർക്കില്ല. പാസ്റ്റർ ഇല്ലേ, പിന്നെ കരച്ചില, ഏങ്ങലടിയാണ്. പറഞ്ഞു തീർത്തില്ല. പ്രാർത്ഥനാ വിഷയം പറയാൻ വന്നതാ. പാസ്റ്ററെ, എൻ്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഫോൺ വന്നു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. അമ്മ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇന്നടത്തുനിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോ, ഞാൻ കേൾക്കാം. പാസ്റ്റർ 2-4 മിനിറ്റ് ഞാൻ പറഞ്ഞോ, കേൾക്കാം. എനിക്ക് 3 മക്കളാണ്. നല്ല സ്വരത്തിലാണ് പറഞ്ഞത്. നല്ല ക്യൂട്ടായിട്ടാണ് തുടങ്ങിയത്. മൂത്തവളെ കെട്ടിച്ചു, അവളിപ്പോൾ ദുബായിലാണ്. 2ാമത്തെ മോനാ, അവൻ കല്യാണം കഴിച്ചു, അവൻ ബാംഗ്ലൂരാണ്. എൻ്റെ ഇളയ മോനുണ്ട്, അവൻ്റെ പേര് ഇന്നതാ. അവൻ കല്യാണം കഴിച്ചായിരുന്നു, പക്ഷെ അവൻ്റെ കൂടെ ഭാര്യയില്ല. പിന്നെ തൊണ്ണയിടാൻ തുടങ്ങി, പിന്നെ പറയാൻ തുടങ്ങി. അടുത്തത് വന്നപ്പോഴേക്കും അമ്മ കരയാൻ തുടങ്ങി. ഇത് തേങ്ങലായി. പിന്നെ ശബ്ദമില്ല. മോനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയതാ, കരച്ചിലാ തീർന്നേ. അങ്ങനെ ആരെങ്കിലും ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്? ഈ ഓൺലൈൻകാരോട് ചോദിക്കാം, നിങ്ങൾക്കിതൊന്നും സ്തോത്രം പ്രശ്നമില്ല. നിങ്ങൾ നല്ല മിടുക്കന്മാരും മിടുക്കികളും ആ കഷ്ടതയൊക്കെ കഴിഞ്ഞതിനായി സ്തോത്രം. എന്നാൽ ഞാൻ ഓൺലൈനിലാണെങ്കിൽ പോലും ചോദിക്കാം, സംസാരിക്കുമ്പോൾ, സ്വന്തം കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പഠിച്ചു വന്നതാ ഞാൻ. എൻ്റെ അപ്പൻ എന്നെ തറയിൽ വെക്കാതെ വളർത്തിയതാ. ഞാൻ ഇത്രയും ഡിഗ്രി എടുത്തതാണ്. പക്ഷെ ഇന്നത്തെ എൻ്റെ അവസ്ഥ, എൻ്റെ പാസ്റ്ററെ എന്ന് പറയുമ്പോഴേക്കും എടറിക്കരഞ്ഞ് നിൽക്കുന്നിടം മറന്നൊരു അന്യപുരുഷൻ പാസ്റ്ററാണെങ്കിലും മറ്റൊരു പുരുഷൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് പോലും മറന്നിട്ട് മൂക്കിക്കൂടെ കണ്ണിക്കൂടെ എല്ലാം വെള്ളവും കണ്ണീരും വന്ന് തേങ്ങിക്കരയുന്ന 1000 പേര്. മറ്റുള്ളവരെ ഞാൻ സംസാരിക്കുമ്പോൾ, എന്നെ ഓർക്കുമ്പോൾ, ഞാൻ മിണ്ടി വരുമ്പോൾ കരയുന്നു എന്നായിരുന്നു യിരെമ്യാവിൻ്റെ ഒരു കാലത്തെ കണ്ണുനീര്. കുറെ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ദൈവത്തോട് പറയാ, കർത്താവേ, നിഹതന്മാർ നിമിത്തം കരയേണ്ടതിന്, ഈ വാക്യം അറിയില്ലേ, എൻ്റെ തലയെ മുഴുവൻ വെള്ളവും കണ്ണിനെ കണ്ണുനീരുറവയുമാക്കണമേ. കണ്ണുനീര് ഡൈവേർട്ട് ചെയ്താണ്ടോ? ഇത്രയും നാളും കരഞ്ഞുകൊണ്ടിരുന്ന ആരായിരുന്നു? ഞാൻ എന്നെ കുറിച്ച് പറയുമ്പോൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എടാ, ഞാൻ പുരോഹിത കുടുംബത്തിൽ ജനിച്ചതാണ്. എൻ്റെ അപ്പൻ ലേവ്യനായിരുന്നു, പുരോഹിതനായിരുന്നു. 8 കൂട്ടം വസ്ത്രം ധരിച്ച് പ്രതാപത്തോടെ കൽപ്പനകൾ കൊടുത്ത് ആളുകൾ വന്ന് പഞ്ചപുച്ഛം അടക്കി നിൽക്കും യഹൂദന്റെ പുരോഹിതന്റെ മുമ്പിൽ. അങ്ങനെ നിൽക്കാൻ വേണ്ടി ജന്മം കൊണ്ട് ഭാഗ്യം കൊണ്ടവരാണ് യിരെമ്യാവെന്ന ഞാൻ. സ്വത്രം എനിക്കിവിടെ വന്നിട്ട് സ്വത്രം പലതരം പുരോഹിതന്മാരുണ്ട്. പ്രധാന പുരോഹിത വൃന്ദത്തിനകത്ത് നിന്നാ മതി, ചെയ്യുന്നതൊക്കെ നന്നായത് നോക്കിയാൽ മതി. സ്വത്രം ഒരു യാഗം, എന്നെ ശ്രദ്ധിച്ച് കേട്ടെ, ഒരു യാഗം, ഒരു കാളയെ അറുത്താൽ ആ കാളയ്ക്ക് 80 കിലോ തൂക്കം ഉണ്ടെങ്കിൽ
20 കിലോ ഇറച്ചി വീട്ടിൽ വരും, 40 കിലോ യാഗം കഴിച്ചാൽ മതി. അയ്യടാ, മുഖം ഇരിക്കുന്ന കണ്ടിട്ട് തോന്നുന്നു ആ വീട്ടിൽ പറഞ്ഞാൽ മതിയായിരുന്നു. അന്ന് കൊളസ്ട്രോൾ ഇല്ലായിരുന്നു, ദൈവത്തെ പേടിയുണ്ട്. ഇന്ന് മൊത്തം കൊളസ്ട്രോൾ ആയാലും വേറെ 20 കിട്ടിയാലും കണ്ടുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. സത്യമല്ലേ? അന്നെന്താ, ഒരാടിനെ വെട്ടിയാൽ ആടിന് 10 കിലോ തൂക്കം ഉണ്ടെങ്കിൽ അതിനകത്ത് 10 കിലോ തൂക്കം ഉണ്ടെങ്കിൽ അതിനകത്ത് 4-5 കിലോ പുരോഹിതന്റെ വീട്ടിൽ കിട്ടും. അതാ ദൈവത്തിന്റെ പ്രമാണം. ഒരു പണിയും ചെയ്യണ്ട. ആളുകൾ 11 ഗോത്രങ്ങൾ വിതച്ചതിൻ്റെ കൊയ്ത്ത് നടക്കുമ്പോൾ അതിൻ്റെ ദശാംശവും പാല് കറന്നാൽ എന്ന് വേണ്ട, ഇത് മുഴുവൻ വീട്ടിൽ കിട്ടത്തക്ക രീതിയിൽ ജന്മം കൊണ്ട് ഭാഗ്യം ചെന്ന എന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം തമ്പുരാൻ പിടിച്ച് എന്നെ പ്രവാചകനാക്കി ഈ പറയപ്പെട്ട മത്സര ഗ്രഹത്തിന്റെ ഇടയിൽ കൊണ്ടിട്ടിട്ട് ഇന്ന് എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് കുമാരനെ ശിക്ഷിക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ ഇവർ വിശ്വസിക്കില്ല. ഞാൻ കളിക്കാരുടെ കൂടെ ഇരുന്നിട്ടില്ല, ഞാൻ പാപം ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ പാപിയേക്കാൾ ഞാൻ നിന്ദിക്കപ്പെടുകയാണ്. ഇരമ്യാവിന്റെ സാക്ഷിയാ. കൂടെ എഴുതിയിരിക്കുക, സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ കരഞ്ഞു പോകുന്നു. ഞാനൊരു പുരുഷനാണ്, പുരോഹിത കുടുംബത്തിൽ ജനിച്ചവനാണ്. പക്ഷെ ആരെങ്കിലും എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മുഖം മാടും. കാരണം എന്നും വെല്ലോന്റെ തല്ല് കൊള്ളുക, തലക്കിട്ട് തട്ട് കൊള്ളുക. വിശേഷം ചോദിക്കും. ചിലരോട് വിശേഷം ചോദിക്കാതെ അവർക്ക് പേടി. പലരും ആരാധനയ്ക്ക് വരാതിരുന്നപ്പോൾ ചോദിച്ചു, എന്നാ ആൻറ്റി വരാത്തേ? അപ്പോൾ ഫോണിൽ കൂടെ ചോദിച്ചു, പറഞ്ഞില്ല. അപ്പോൾ എന്താ വിഷമമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ പറയുകയാണ്, സ്തോത്രം, അവരുടെ കുടുംബജീവിതത്തിനകത്ത് ഇച്ചിരി പ്രശ്നമുണ്ടായി, മോളെ കെട്ടിച്ചെടുത്ത് ഇച്ചിരി പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിൻ്റെ വെളിച്ചത്തിൽ കൊച്ച് ഒരു ചെറിയ ഇടവേളയ്ക്ക് അവിടെ വന്ന് നിൽക്കുക. അപ്പോൾ സഭക്കാർക്ക് വല്ലാത്ത വിഷമം. കാലത്ത് ചോദിക്കും, മോളുടെ കാര്യം എന്തായി? അപ്പം അമ്മാവ പറഞ്ഞു, ഒന്നും ആയില്ല. 11 മണിക്ക് ചോദിക്കും, മോളുടെ കാര്യം എന്തായി? അല്ല, ഇത്ര നേരം പറഞ്ഞ ഒന്നും ആയില്ലെന്ന്. 2:15 പിന്നെയും ചോദിക്കും. ക്ഷേമം തിരക്കാനല്ല, ചുമ്മാ കരയിപ്പിക്കാൻ. ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒന്നും ആയില്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ ആ കൊച്ചു പറഞ്ഞു, മമ്മി അടുത്ത ഞായറാഴ്ച പോലെ ഞാൻ വരുന്നില്ല, മമ്മി പോക്കൂ. അവൾ ആരാധനയ്ക്ക് ഓരോ നിർത്തി. വിശേഷം ചോദിച്ചാൽ അവൾ കരയാൻ തുടങ്ങി. ഞാൻ പച്ച യാഥാർത്ഥ്യം പറയുന്നേ അല്ലേ. ഭർത്താവ് ഇച്ചിരി പിൻഭാരത്തിലേക്ക് പോയി. ഒരുമിച്ച് വന്നുകൊണ്ടിരുന്നതാ. കുറച്ച് ദിവസം ഒളിച്ചു വെച്ചു. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ചോദിക്കാൻ തുടങ്ങി, കുഞ്ഞോനെന്തി അല്ലെങ്കിൽ കെട്ടിയോനെന്തി ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ല, വന്നില്ല. പിന്നെ അറിഞ്ഞു. പിന്നെ എന്നും ചോദിക്കുമ്പോൾ അവൾക്ക് കരച്ചില്ല. ഇരിമ്യാവ് പറയുന്നു, ജന്മം കൊണ്ട് ഭാഗ്യം ചെന്ന എന്നെ ഈ പരുവത്തിലാക്കി. ഞാൻ മിണ്ടിയാ തുളുമ്പിപ്പോകും. അന്നത്തെ അവൻ്റെ കണ്ണുനീര് അവൻ്റെ ചങ്ക് മുറിഞ്ഞ കണ്ണീരായിരുന്നു. ആ മനുഷ്യൻ കുറെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കർത്താവേ, എൻ്റെ സ്ഥിതിക്കൊക്കെ ഒരുപാട് മാറ്റം വന്നു. ഇനി ഒരിക്കലും കണ്ണീര് തരരുതെന്നല്ല, എന്നേക്കാൾ കഷ്ടത്തിൽ ഇവിടെ കരയുന്ന കുറേ പേരുണ്ട്. എനിക്ക് കണ്ണീരിൻ്റെ വില അറിയാം, ഒറ്റപ്പെടലിൻ്റെ വില അറിയാം, തള്ളപ്പെടലിൻ്റെ വില അറിയാം, കുറ്റം പറച്ചിലിൻ്റെ വില അറിയാം. അതുകൊണ്ട് ആ നിഹിതന്മാർക്ക് വേണ്ടി കരയാൻ എനിക്ക് ലിറ്റർ കണക്കിന് കണ്ണീര് അന്നേരം ഞാൻ അവർക്ക് വേണ്ടി കുത്തിയിരുന്ന് കരഞ്ഞോളാം. ഇന്ന് പകലിൽ ദൈവം നിന്റെ കണ്ണീരിങ്ങെടുക്കുക, എന്നിട്ട് വേറെ ഒരു തരം കണ്ണീരങ്ങ് തരിക. വേണോ? വേണോ? സ്തോത്രം. ഇനി നീ നിന്നെ ചൊല്ലി കരയേണ്ടി വരില്ല. ഇനി നിന്റെ സന്തതിയെ ചൊല്ലി കരയേണ്ടി വരില്ല. ഇനി ജപ്തിയാണ്, ക്യാൻസറാണ്, ട്യൂമറാണ്, കരയേണ്ടി വരില്ല. ഐസിയുവിന്റെ വാതിൽക്ക് നിന്ന് ഞാൻ നിന്നെ കരയിപ്പിക്കില്ല. ക്യാൻസർ ഇവിടുത്തെ തിരുവനന്തപുരത്തെ RCCയുടെ കോമ്പൗണ്ടിൽ നീ ഒറ്റയ്ക്ക് നിന്ന് കരയേണ്ടി വരില്ല.
ഡയാലിസിസ് യൂണിറ്റിന്റെ പുറത്ത് നിന്നുകൊണ്ട് കരയേണ്ടി വരില്ല. ആ കണ്ണീര് ഞാനിത് എടുത്തു മാറ്റാം. പക്ഷെ വേറൊരു കണ്ണീര് തരും. ഈ പട്ടണത്തിൽ നശിച്ചു പോകുന്ന ചിലര്, കരയുന്ന അമ്മമാര്, അവർക്ക് വേണ്ടി കരയാൻ സ്വർഗത്തിലെ ദൈവം ചിലരെ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് കണ്ടുവെക്കുന്നു. ഞാനൊരു ട്രാൻസ്ഫോർമേഷന് തയ്യാറാകുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. വേണോ? വേണോ? കണ്ണീരിന് മാറ്റം വരും. ഹല്ലേലൂയ. മറ്റൊരുത്തിന്റെ വേദന വന്നിവിടെ പറഞ്ഞാൽ നെഞ്ചത്ത് കൈവച്ചെന്ന് തീരുമാനിക്കണം. അവരെ ഞാൻ ആക്ഷേപിക്കില്ല. അവൻ തകർന്നവനായിരിക്കും, കയ്യിലിരിപ്പിന് ദോഷം കൊണ്ട് പറ്റിയായിരിക്കും. ആ കാര്യം കർത്താവിൻ്റെ സഭയിൽ വന്ന് പറഞ്ഞാൽ അവനെ ആക്ഷേപിച്ച് വിടരുത്, നാണം കെടുത്തി വിടരുത്, അങ്ങോട്ട് മാറി നിന്നിട്ട് കമന്റ് പറയരുത്, അവനിങ്ങോട്ട് വരാതാക്കരുത്. ഇതിനെ ദൈവം തുറന്നിടുക, യേശുവിൻ്റെ നാമത്തിൽ ഓപ്പൺ ചെയ്തിടുക, വാതിലില്ലാത്ത സഭയാക്കുക. ആരുടെ മുമ്പിൽ ഇവിടെ വാതിലുണ്ടെങ്കിലല്ലേ അടയ്ക്കാൻ പറ്റുള്ളൂ. കർത്താവിൻ്റെ ആത്മാവിൽ പറയുന്നു, സഭയുടെ വാതിൽ ദൈവം പൊളിച്ചു കളയുക. ഞാൻ നോക്കിയോളാം. എൻ്റെ ജനം മതിലില്ലാതെ തുറന്നു കടന്നാലും ഞാൻ പട്ടാളമായിരുന്നോളാം. അതിനകത്തുനിന്ന് ഒരു ആണി എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനൊരു തീമതലായിരുന്നോളാം. പക്ഷേ ജനം കരഞ്ഞുകൊണ്ട് വരുമ്പോൾ അവരുടെ മുമ്പിൽ അടയ്ക്കാൻ ഒരു വാതില് സഭയ്ക്ക് ദൈവം ഉണ്ടാക്കില്ല. കരയുന്നവന്റെ കണ്ണീരിന് ഇന്ന് പാലക്കാലം ഏറ്റെടുക്കാൻ, അവന് പകരം കരയാൻ ഒറ്റ ദൂത് ഇതിനു മുമ്പ് പ്രസംഗിച്ചിട്ടുള്ളതല്ല. സത്യം സത്യം സത്യം. സ്തോത്രം. പകരം കരയാൻ. ഇനി നീ പറയണം. അങ്ങനെ പറഞ്ഞാൽ തന്നെ ഞാൻ എൻ്റെ ഹൃദയം പറയുന്നത് മിഷൻ പ്രവർത്തനത്തിന് ക്ലാസ് എടുക്കണം. ഇതിനകത്ത് ആ രീതിയിലാണ് ദൈവാത്മാവിനോട് പറയുന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുകയാണ്, അമ്മോട് പറയുക, അമ്മ ഇന്നു മുതൽ കരയണ്ട, അമ്മയ്ക്ക് പകരം ഞാൻ കരഞ്ഞോളാം. അങ്ങനെ ലോകത്തിൽ ആരെങ്കിലും പറയുമോ? ദേവദാസന്മാരെ ആരെങ്കിലും പറയുമോ? നിങ്ങളുണ്ട് പറയുക. സ്തോത്രം. ഒത്തിരി കരഞ്ഞ അമ്മയല്ലേ, ഇനി അമ്മ ആ വിഷയം വിട്ടാരേ, ഞാൻ ഓർത്ത് കരയരുത്. ഒരമ്മയെപ്പോലെ കരയാൻ എന്നെക്കൊണ്ട് പറ്റില്ല. പക്ഷെ ഞാൻ ദൈവം പറഞ്ഞിട്ട് ഇവിടെ വന്നത്. ഇന്നു മുതൽ അമ്മ കരഞ്ഞ വിഷയത്തിന് ഞാനൊരു പകരക്കാരിയായി കരഞ്ഞോളാം. അപ്പൻ കരഞ്ഞ വിഷയത്തിന് ഇനി കരയണ്ട, ഞാൻ കരഞ്ഞോളാം എന്നല്ല ഇരമ്യാവ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഈ എൻ്റെ നെഗറ്റീവ് ഉണ്ടോ? സ്തോത്രം. പാതിരാത്രിക്ക് വിളിച്ചെടുത്തിട്ട് പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാമോ? എന്നാ വിഷയം? പ്രാർത്ഥിക്കുമ്പോൾ കണ്ണീര് വരുന്നില്ല. ഞാൻ പറഞ്ഞു ഒരു ഉള്ളി മേടിച്ച് ചെയ്യുന്നത്. പലരും നമുക്ക് എന്നെ വിളിച്ചിട്ട് പറയാം പ്രാർത്ഥിക്കുമ്പോൾ കണ്ണീര് വരുന്നില്ല പ്രാർത്ഥിക്കാൻ. അത് അവൻ തമാശ എടുക്കേണ്ടതല്ല. പക്ഷെ ഇരമ്യാവ് പറഞ്ഞത് എനിക്ക് വേണ്ടി കരഞ്ഞ് കണ്ണീര് പറ്റിയെന്നല്ല. ഞാൻ ഒത്തിരി എനിക്ക് വേണ്ടി കരഞ്ഞോനാ, ഞാൻ ഒത്തിരി തന്നെത്താൻ കരഞ്ഞോനാ. പക്ഷെ എൻ്റെ ദൈവമേ, തുടക്കത്തിലൊക്കെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഇപ്പൊ തഴമ്പിച്ചെന്നല്ല, ഇപ്പൊ ദൈവം അതൊക്കെ മാറ്റി. ഇസ്രായേലിൽ ഞാൻ പറഞ്ഞതുപോലെ നടക്കാൻ തുടങ്ങി. അത് രാജാക്കന്മാർക്ക് മനസ്സിലാകാൻ തുടങ്ങി. മറ്റവന്മാര് പറഞ്ഞതല്ല സംഭവം. കുതിരക്കുളമ്പടിയോടുകൂടെ അന്ന് ദൈവം എന്നെ കൊണ്ട് പറയിപ്പിച്ചു, ഈ പണി തുടർന്നാൽ ഞാൻ ബാബിലോണിൽ നിന്ന് ആളെ വരുത്തും. സ്തോത്രം. നിന്റെ ആലയത്തിന്റെ പാത്രം പോലും, നിന്റെ കഞ്ഞി കുടിക്കുന്ന പ്ലേറ്റ് പോലും കൊണ്ടുപോകും. അന്ന് രാജാവിന്റെ വലങ്കായായിരുന്ന പുരോഹിതൻ എന്റെ ചെവിക്കലിനടിച്ചു. പക്ഷേ ഞാനൊന്നും മിണ്ടിയില്ല. പിന്നെ രാജാവിന് മനസ്സിലായി, ഓശാന പാടിയവർ പറഞ്ഞതല്ല, കുണ്ടറെ കടന്ന ഇരമ്യാവ് പറഞ്ഞതാണ് സത്യമെന്ന് ദൈവം തെളിയിപ്പിച്ചു. അന്ന് ഇരമ്യാവ് പറഞ്ഞു, കർത്താവേ, ഇനി ഞാൻ എനിക്ക് വേണ്ടി കരയില്ല. സത്യം തെളിയാൻ താമസമെടുത്താലും കാര്യം പിടികിട്ടാൻ തുടങ്ങിയല്ലോ. ഇനി ഞാൻ എനിക്ക് വേണ്ടി കരയില്ല. ഞാൻ കരച്ചിൽ നിർത്തിയെന്നല്ല, ഇനി എനിക്ക് കണ്ണീര് തന്നേരെ. അതെനിക്ക് വേണ്ടി കരയാനല്ല. ഇവിടെ പെട്ടുപോയ കുറേ പേരുണ്ട്, നിഹതന്മാർ. മേലാളന്മാരുടെയും പുരോഹിതന്മാരുടെയും അഹങ്കാരം കൊണ്ട് പാളയത്തിൽ പിടിക്കപ്പെട്ടു. സ്തോത്രം. അവരെ നോക്കിയിട്ടാണ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടും കണ്ടിട്ടുണ്ടോ? സ്തോത്രം. യെരൂശലേമിൽ വന്ന സഹോദരന്മാർ യെരൂശലേമിൻ്റെ വിശേഷം ചോദിച്ചപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു.
കാരണം എന്താ? അവിടെ പെട്ടുപോയവരുടെ കാര്യം മഹാകഷ്ടമാണെന്നറിഞ്ഞു. അവർക്ക് വേണ്ടി കരയാൻ ആരെങ്കിലും വേണം. പുറത്ത് വിടത്തുമില്ല, ജീവിക്കാൻ സമ്മതിക്കത്തുമില്ല. അങ്ങനെ കുറേ പേര് ഈ തീരപ്രദേശത്ത്, ഈ പരിസരത്തുണ്ട്. നിങ്ങൾ അതിനിന്ന് പകൽക്കാലം ഒരു മിനിസ്ട്രി ലെവലിൽ ഏറ്റെടുത്താൽ അവർക്ക് വേണ്ടി കരയാൻ നെഹമ്യാവിനെ പോലെ, ഇരമ്യാവിനെ പോലെ സഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ വലിയ പണി നടക്കും. എന്താണെങ്കിലും പകൽ ഓരത്ത് പോലും നമുക്ക് എത്താൻ പറ്റുന്നില്ല ഈ ദൂതിൻ്റെ വ്യാഖ്യാനത്തിൽ. സ്തോത്രം. ഒരു വല്ലാത്ത ആത്മീയ അന്തരീക്ഷം എൻ്റെ അകത്ത് തിങ്ങി നിൽക്കുന്നതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു മിഷൻ ഓറിയൻറ്റഡായി പ്രാർത്ഥിക്കാൻ പോവുക. അതിപ്പോൾ നിങ്ങൾക്ക് പ്രവചനം കിട്ടാനോ അഭിഷേകം കിട്ടാനോ 5 വരങ്ങൾ കിട്ടാനൊന്നും അല്ല. ഈ പറഞ്ഞ സിമ്പിളായിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് പോക്കറ്റ് ചർച്ചകൾ പോലെ എന്നോട് ഇടയ്ക്ക് പ്രസംഗിച്ചു പറഞ്ഞു, അത് പാസ്റ്റർ കേട്ടിട്ടുള്ളൊരു വാഗ്ദത്തമാണെന്നാണ് ദൈവാത്മാവിനോട് പറഞ്ഞത്. ഏതാ? ഒരാൾ 1000 പേർക്ക് തുല്യമാവും. അത് ഞാൻ ഇടയ്ക്ക് എൻ്റെ ആ വായിലൂടെ കയറി വന്നത് ഞാൻ ശ്രദ്ധിച്ചു. ബൈബിളൊരു വാക്യമാണ്. നിങ്ങളിൽ ഒരാളുടെ കൂടെ ഒരു 10 കുടുംബമെങ്കിലും ഉണ്ടാവും. സ്തോത്രം. അതിന് തയ്യാറുള്ള ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ അതിരുകൾ വിശാലമാകുക. ലക്ഷങ്ങൾ മുടക്കി ഇവിടെ വലിയ പരിപാടികൾ നടക്കട്ടെ നടക്കാതിരിക്കട്ടെ, പക്ഷെ അണ്ടർഗ്രൗണ്ട് വിടുതലുകൾ നടക്കും. മറ്റു ചിലർക്ക് വേണ്ടി കരയാൻ അവർ എന്ന് പറയും. സ്തോത്രം. ഈ വിഷയത്തിന് വേണ്ടി വാസ്തവത്തിൽ ഞാനല്ല കരഞ്ഞത്, ഞങ്ങളുടെ സഭയിലെ കർത്തൃദാസിയാ കരഞ്ഞത്. എന്നെക്കാളധികം അവിടുത്തെ ഇന്ന സഹോദരിയാ കരഞ്ഞത്, ഇന്ന ബ്രദറാ കരഞ്ഞത് എന്ന് നാട്ടിൽ പലരും വീട്ടുകാരോട് സാക്ഷ്യം പറയും. ഞാനല്ല, ഇവൻ MBBS അഡ്മിഷൻ കിട്ടി, പക്ഷെ ഇവന് വേണ്ടി കരഞ്ഞത് ഞാനല്ല. പക്ഷേ ഞങ്ങളുടെ സഭയിലെ ദൈവദാസി ആദ്യം മുതൽ ഇവനെ ചേർത്ത് നിർത്തി കരഞ്ഞു. കർത്താവേ, ഇതൊരു പാവപ്പെട്ട കുടുംബമാണ്, ഇവൻ രക്ഷപ്പെട്ടാൽ ഈ കുടുംബം രക്ഷപ്പെടും എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ ചേർത്ത് വെച്ച് കരഞ്ഞപ്പോൾ സ്വർഗം അവൻ്റെ ബുദ്ധിയെ തുറക്കാൻ തുടങ്ങി, അവൻ്റെ അവസരങ്ങൾ തുറക്കാൻ തുടങ്ങി. ദൈവമായ കർത്താവ് ഒരു സാമൂഹ്യ പരിവർത്തനത്തിന്, ഒരു മാസ് ചേഞ്ചിന് ദൈവമായ കർത്താവ് ഇന്ന് പകലിൽ വീണ്ടും തിരിതെളിക്കുകയാണ്. അടുത്തൊരു ലെവലിലേക്ക് സ്വർഗീയമായിരിക്കുന്ന പദ്ധതി ആരംഭിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ് പകല് നിർത്താൻ കണ്ണുനീര് മാറുന്നു. വറ്റുന്നു എന്നല്ല, ഇതുവരെ കരഞ്ഞതുപോലല്ല.